രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരീ സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിൻ്റെ പരമ്പരാഗത സമ്പത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെയും നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും. സുപ്രഭാതം. ഞാൻ ഫാത്തിമ ഹസ്ന, 7ാം തരം, നീലഗിരി ഹൗസിൽ നിന്ന്. ഇന്നത്തെ ചിന്താവിഷയം: കാര്യങ്ങളെ നോക്കിക്കാണുന്ന രീതി നിങ്ങൾ മാറ്റിയാൽ നിങ്ങൾ നോക്കുന്ന കാര്യങ്ങൾ മാറും. ഒരിക്കൽ കൂടി കേൾക്കൂ. കാര്യങ്ങളെ നോക്കിക്കാണുന്ന രീതി നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ നോക്കുന്ന കാര്യങ്ങൾ മാറും എന്ന് വൈകിട്ട്. നന്ദി, നമസ്കാരം. ന്യൂസ്. സുപ്രഭാതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് റംല കോട്ടാന്തരം. ദേശീയ വാർത്തകൾ. പാർലമെന്റ് സമ്മേളനം ഇനി പുതിയ മന്ദിരത്തിൽ. ഭരണഘടനയുടെ പകർപ്പുമായി പ്രധാനമന്ത്രി പഴയ പാർലമെന്റ് മന്ദിരത്തിൽ നിന്നും കാൽനടയായി പുതിയ മന്ദിരത്തിലെത്തും. വനിതാ സംവരണ ബിൽ ലോക്സഭയിലേക്ക്. ബില്ലിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. നിപ്പയിൽ ഇന്നും ആശ്വാസം. പുതിയ പോസിറ്റീവ് കേസുകൾ ഇല്ല. ചികിത്സയിലുള്ള 4 പേരുടെയും ആരോഗ്യനില തൃപ്തികരം. വിദേശ വാർത്തകൾ. ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥനെ കാനഡ പുറത്താക്കിയതിൽ തിരിച്ചടിച്ച് കനേഡിയൻ നയതന്ത്ര ഉദ്യോഗസ്ഥനെ പുറത്താക്കി ഇന്ത്യ. റഷ്യയുടെ ആണവയുദ്ധ കപ്പലിലെ സന്നാഹം നിരീക്ഷിച്ച് ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിം. പാശ്ചാത്യ ലോകത്ത് അസ്വസ്ഥത. കായിക വാർത്തകൾ. ഏഷ്യൻ ഗെയിംസ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ഫുട്ബോളിൽ ഇന്ത്യ ചൈനയ്ക്കെതിരെ. അശ്വിൻ തിരിച്ചെത്തി. രോഹിത്തിനും കോഹ്ലിക്കും വിശ്രമം. ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ടീമായി. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാൾ സാർ, പ്രിൻസിപ്പാൾ ഇൻചാർജ്, മറ്റ് അധ്യാപികമാർ, എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ, സുപ്രഭാതം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് നിപ്പ വൈറസ് എന്ന രോഗത്തെക്കുറിച്ചാണ്. ഈയിടെ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാക്കാണ് നിപ്പ. കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ ഈ രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോവിഡിനെ പോലെ വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന ഒരു രോഗമാണ്. ഈ രോഗത്തിന് കാരണം ഒരു വൈറസാണ്. നിപ്പ വൈറസ് എന്നാണ് ഇതിൻ്റെ പേര്. നിപ്പ വൈറസ് ജനസെല്ലിലെ ഒരുതരം RNA വൈറസാണ്. വവ്വാലുകളിലാണ് ഈ വൈറസ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ രോഗം പടർത്തുന്നതും വവ്വാലുകളാണ്. വവ്വാലുകളിൽ നിന്നും മനുഷ്യരിലേക്കും മറ്റു മൃഗങ്ങളിലേക്കും ഇത് പടരാം. വൈറോളജി ലാബിലെ പരിശോധനയിലൂടെ മാത്രമേ രോഗനിർണയം നടത്താൻ പറ്റുകയുള്ളൂ. പ്രത്യേക വാക്സിനോ ചികിത്സയോ ഈ രോഗത്തിനില്ല. രോഗബാധിതരുമായി സമ്പർക്കമുണ്ടായാൽ ഈ രോഗം പിടിപെടാം. രോഗം പിടിപെട്ടാൽ വിദഗ്ധ ചികിത്സ നേടിയില്ലെങ്കിൽ രോഗി മരണപ്പെടാനുള്ള സാധ്യത 50% മുതൽ 70% വരെയാണ്. മലേഷ്യയിലാണ് ഈ രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. സുംഗാനിപ്പ എന്ന മലേഷ്യൻ ഗ്രാമത്തിൻ്റെ പേരിൽ നിന്നാണ് ഈ രോഗത്തിന് നിപ്പ എന്ന പേര് ലഭിച്ചത്. 3 മുതൽ 14 ദിവസം വരെ പനി, തലവേദന, ചുമ, തൊണ്ടവേദന, ശ്വാസതടസ്സം എന്നിവ അനുഭവപ്പെടാം. വവ്വാലുകൾ തിന്ന പഴങ്ങൾ കഴിക്കുകയോ സമ്പർക്കമുണ്ടാകുകയോ ചെയ്താൽ ഈ രോഗം പിടിപെടാൻ സാധ്യതയുണ്ട്. വവ്വാലുകളുമായി ബന്ധമുള്ള വസ്തുക്കൾ തൊടുകയോ തിന്നുകയോ ചെയ്യാതിരിക്കുക. രോഗം പിടിച്ചവരുമായി ഒരു തരത്തിലും ബന്ധപ്പെടാതിരിക്കുക തുടങ്ങിയവ മാത്രമാണ് രോഗത്തെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ. നന്ദി, നമസ്കാരം. ഞാൻ സുഹറ, 8ാം തരം, നീലഗിരി ഹൗസിൽ നിന്ന്. ഇന്നത്തെ പുതിയ വാക്ക് ആരം. ഇംഗ്ലീഷ് മീനിങ് റേഡിയസ്, ഹിന്ദി മീനിങ് വ്യാസാർത്ഥം, മലയാളം മീനിങ് വ്യാസാർത്ഥ്യം. നന്ദി, നമസ്കാരം. Attention! Patriotic song. ൂത
morning, children. Today's special activity was very good. It was very relevant. This was a current topic. We need such information in the morning assembly, which is relevant, which is current, so that you also, because you all are not reading the newspapers, you are not watching TV news, so such current information is very, very relevant. Another thing, in today's morning class, most of the students, especially boys, 10th, 11th, 12th, most of the boys came late. They were late for 30 minutes late they come. Raise your hands, those who came late today. I know the names, raise your hand. Raise properly. When girls can come, why can't you boys? If you are going to repeat this, from tomorrow onwards, I will make it compulsory to report the morning PT. Okay, 5:30 you also should report. Is it right? Because coming late for 30 minutes, no teacher is sitting idle in the morning class. Everyone is busy in completing the syllabus or practicing, solving papers. And you are coming late for 30 minutes, then what's the meaning of conducting these morning classes? We teachers are getting up at 5 and getting ready and coming at 6 a.m. Girls can come at 6 a.m. Why can't you? Remember, tomorrow is your last chance. Tomorrow also if you are repeating the same, I will definitely make it compulsory. Everyone should report morning PT. Clear? Then class 10 boys will stay back here after the assembly. Okay. Thank you.